അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികളെ, നമ്മൾ പാഠങ്ങളുടെ തദ്രീബാത്ത് ചെയ്തുകൊണ്ട് പോവുകയാണ്. 9ാം ക്ലാസ്സിലെ ഫിഖിലെ 6ാമത്തെ പാഠമാണ് നമ്മൾ തദ്രീബാത്ത് ചെയ്യുന്നത്. ഒന്നാമതായി കൊടുത്തത് നഖ്റഉ വനസ്തൗഇബുൽ മഅന, നമ്മൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കുകയാണ്. ഹദീസാണ്, പാഠത്തിൽ പറഞ്ഞ ഹദീസാണ്. മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ സുമ്മ അത്തൽ ജുമുഅത ഫസ്തമഅ വഅൻസത ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅതി വസിയാദതു സലാസതി അയ്യാം. അതിൻ്റെ അർത്ഥമാണ് അവിടെ കൊടുത്തത്. ഒരാൾ വുളൂ ചെയ്യുകയും അത് നന്നാക്കുകയും ചെയ്ത് പിന്നെ ജുമുഅക്ക് വന്ന് അത് ശ്രദ്ധിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്താൽ 2 ജുമുഅയുടെ ഇടയിലുള്ള പാവം അള്ളാഹു അവന് പുറത്തു കൊടുക്കും. മാത്രമല്ല 3 ദിവസം കൂടുതലും പൊറുക്കപ്പെടും. ആ ഹദീസിൻ്റെ അർത്ഥമാണ് അത്. നമ്മൾ കിതാബിൽ പഠിച്ചതാണ്. ഇനി രണ്ടാമത്തെ നമ്മുടെ വിഷയം നക്തശിഫുൽ ഇജാബ, ഉത്തരം കണ്ടെത്തുക എന്നതാണ്. ചോദ്യങ്ങളാണ്, അതിൻ്റെ ആൻസർ പാഠത്തിലുണ്ട്, നമ്മൾ പഠിച്ചതാണ്. അത് കണ്ടെത്തുകയാണ് വേണ്ടത്. ബയ്യിൻ ഫളീലത്തുൽ ബുക്കൂരി ലിൽ ജുമുഅത്തി അല തർത്തീബി, ജുമുഅക്ക് പോകുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. രാവിലെ പോകുന്നവർക്ക് ഇത്ര പ്രതിഫലം, അതിനുശേഷം പോകുന്നവർക്കുള്ള പ്രതിഫലം, അങ്ങനെ ഓരോരുത്തർക്കുള്ള പ്രതിഫലം നമ്മൾ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അത് അതിൻ്റേതായ ഓർഡർ അനുസരിച്ച് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് മൽ വഖ്തുൽ അദാനൈനി ലിൽ ജുമുഅത്തി, ജുമുഅക്ക് 2 ബാങ്കുണ്ട് എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ബാങ്ക് എപ്പോഴാണ്, മറ്റൊരു ബാങ്ക് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചതാണ് ഒരു ബാങ്ക് എപ്പോൾ കൊടുക്കണം, അത് പാഠത്തിലുണ്ട്. ഒരു ബാങ്ക് നിസ്കാരത്തിൻ്റെ സമയത്തും ഒരു ബാങ്ക് ഖുതുബയുടെ മുമ്പുമാണ്. സാദാ ദുഹറിൻ്റെ സമയത്ത് ഒരു ബാങ്കും പിന്നെ ഖുതുബ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് മറ്റൊരു ബാങ്കും നമ്മൾ പാഠത്തിൽ പഠിച്ച വിഷയമാണ്. മൂന്നാമത്തെ ചോദ്യം മൽ വളീഫത്തുൽ മുറക്കി, മുറക്കിയുടെ വളീഫ എന്താണ്? മുറക്കി എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട്, അഥവാ പള്ളിയിൽ വെള്ളിയാഴ്ച പള്ളിയിലെ മുഅസ്സിൻ ബാങ്ക് കൊടുക്കുന്ന ആൾ, അവർ എന്താണ് ചെയ്യേണ്ടത്, അതും പഠിച്ചിട്ടുണ്ട് കിതാബിൽ. നാലാമത്തെ ചോദ്യം ഉസ്കുർ വളായിഫ യൗമിൽ ജുമുഅത്തി വലൈലത്തിഹ, വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ച രാത്രിയും ചെയ്യേണ്ട വളീഫകൾ, നല്ല പ്രവർത്തികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഓതണം എന്നതൊക്കെ നമ്മൾ പാഠത്ത് പഠിച്ചതാണ്. ഉസ്കുർ ഖംസത ഉമൂരിൻ യുസന്നു ലി മുരീദിൽ ജുമുഅ, ജുമുഅക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവന് സുന്നത്താക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ ഓർത്തെടുത്ത് മനസ്സിലാക്കി എഴുതാൻ വേണ്ടിയാണ് 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം ലുഅത്തു ഖുതുബത്തിൽ ജുമുഅത്തി അറബിയ്യ, ലുഅത്തു ഖുതുബത്തിൽ ജുമുഅത്തിൽ അറബിയ്യ ലിമ, ലുഅത്തു ഖുതുബത്തിൽ ജുമുഅത്തി അറബിയ്യത്തുൻ ലിമ. എന്താണ് ആ ചോദ്യം? ഖുതുബയുടെ ഭാഷ അത് അറബി ആയിരിക്കണം, അതെന്തുകൊണ്ടാണ്? അതും അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അസൈൻമെൻറ്റ് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. ഇനി മതാ യജൂസു തഅദ്ദുദുൽ ജുമുഅത്തി ഫിൽ ബലദി, ഒരു നാട്ടിൽ ഒന്നിൽ കൂടുതൽ ജുമുഅ ജായിസാകും, അനുവദനീയമാകും, അത് ഏത് സാഹചര്യത്തിലാണ്? ഇതൊക്കെ പാഠത്തിൽ പറഞ്ഞ വിഷയങ്ങളാണ്. ഇതൊക്കെ കണ്ടെത്തി